ഫസ്റ്റ് ഹാഫ് സ്ലോ എന്ന് പറഞ്ഞാൽ ബോറടിപ്പിക്കുന്ന സ്ലോ ആണ്. പക്ഷേ പാരഡൈസ് പ്രസന്ന വിതാനാകെ സംവിധാനം ചെയ്ത് റോഷൻ മാത്യുവും ദർശന രാജേന്ദ്രനും പ്രധാന വേഷത്തിലെത്തിയ ഈ സിനിമയെക്കുറിച്ചാണ് ഇന്ന്. വിവാഹ വാർഷികത്തോടനുബന്ധിച്ച് ഒരു കപ്പിൾ നടത്തുന്ന യാത്ര അതൊരു ദുസ്വപ്നമായി മാറുന്ന കാഴ്ചയാണ് പാരഡൈസ് വരച്ചു കാട്ടുന്നത്. 2022 ശ്രീലങ്കൻ സമ്പദ് വ്യവസ്ഥ ആകെ തകർന്നതിന്റെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഈ മലയാളി കപ്പിളിന്റെ യാത്ര. അതും പേര് പാരഡൈസ്. നമ്മുടെ രാമായണത്തിൽ തന്നെ ആയിരക്കണക്കിന് വേർഷൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. ഈ പടവും രാമായണത്തിന്റെ മറ്റൊരു വേർഷൻ അല്ലെങ്കിൽ ഒരു ആധുനിക വേർഷൻ ആണെന്ന് പറയാം. ഇതിൽ ദർശനയുടെ ക്യാരക്ടർ പറയുന്നുണ്ട് മറ്റൊരു വേർഷനിൽ രാമനൊപ്പം നിന്ന് രാവണനെതിരെ സീതയും യുദ്ധം ചെയ്തിട്ടുണ്ടെന്ന്. ഈ പടവും ഏകദേശം അതാണ്. സോ ഇതൊരു സീതായണം ആണെന്ന് പറയാം. അമൃത എന്ന കഥാപാത്രത്തിന് നേരിടേണ്ടി വന്ന അഗ്നി പരീക്ഷയും അവളുടെ യുദ്ധവും കൂടിയാണ് ഈ സിനിമ പറയുന്നത്. ശരിക്കും ആരാണ് രാമൻ, ആരാണ് രാവണൻ, അങ്ങനെ ഒരു കൺഫ്യൂഷനിലേക്ക് കാണുന്ന നമ്മൾ കൂടി എത്തിച്ചേരും. ഇപ്പോൾ ശ്രീലങ്കയിലെ ആ ഒരു മനോഹരമായിട്ടുള്ള ഭൂപ്രകൃതിയൊക്കെ കാണുമ്പോൾ പുറമെ വളരെ ശാന്തമെന്ന് തോന്നുമെങ്കിലും ഉള്ളിൽ ഒളിപ്പിച്ച ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അവിടുത്തെ തമിഴ് സിംഹള വിവേചനം, അതുപോലെ ക്ലാസിന്റെ പേരിലുള്ള ജാതി മതങ്ങളുടെ പേരിലുള്ള വിവേചനം, അങ്ങനെ ഒരുപാട് പൊളിറ്റിക്സ് ഈ സിനിമയും ചർച്ച ചെയ്യുന്നുണ്ട്. ക്ലൈമാക്സിൽ ഉണ്ടാകുന്ന ആ ഒരു കത്തിക്കയറ്റം ഉണ്ടല്ലോ, അത് ഭയങ്കര ഗംഭീരമായിട്ടാണ് സ്ക്രിപ്റ്റിൽ എഴുതി വെച്ചേക്കുന്നതും അവതരിപ്പിച്ചിരിക്കുന്നതും. പറയേണ്ട കാര്യങ്ങൾ ഏറ്റവും ചുരുക്കത്തിലും ഏറ്റവും വേഗത്തിലും അതേസമയം ഏറ്റവും ഇഫക്റ്റീവായും പറഞ്ഞിരിക്കുന്ന ഒരു പടം. എങ്കിലും ആദ്യം തന്നെ പറയട്ടെ, ഇത് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല. എനിക്ക് തന്നെ ഇതിന്റെ കഥയിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാൻ വേണ്ടി ഫസ്റ്റ് ഹാഫ് കഴിയേണ്ടി വന്നു എന്ന് പറയാം. ഫസ്റ്റ് ഹാഫ് അതുകൊണ്ട് തന്നെ വളരെ സ്ലോ ആയിട്ടാണ് പടം പോകുന്നത്. നിങ്ങൾ മിക്ക ആൾക്കാർക്ക് ഈ പടം കാണുമ്പോൾ വളരെ ബോറിംഗ് ആയിട്ട് തോന്നാനുള്ള സാധ്യതയുണ്ട്. എനിക്ക് തന്നെ അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നില്ലായിരുന്നു. എന്താ ഇങ്ങനെ ഈ പടം പോകുന്നത് എന്നൊരു തോന്നൽ ഇടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് ഹാഫ് എൻഗേജിങ് ആണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, ത്രില്ലിംഗും ആണ്. ഈ ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ പടത്തിന് നല്ല ലെങ്ത് ഉണ്ടാകും എന്ന് വിചാരിക്കണ്ട കേട്ടോ. ഏകദേശം ഒരു 1.5 മണിക്കൂർ, 1 മണിക്കൂർ 35 മിനിറ്റ് മാത്രമേ പടത്തിന് ലെങ്ത് ഉള്ളൂ. ഒരു സീരീസിന്റെ ഒറ്റ എപ്പിസോഡ് കാണുന്നത് പോലെ നിങ്ങൾക്ക് പടം കണ്ടു തീർക്കാൻ പറ്റും. പെർഫോമൻസിൽ ദർശന രാജേന്ദ്രൻ കലക്കിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു കഥയാണ് പടം. അതുപോലെ തന്നെ ഒരുപാട് ലേയേഴ്സ് ഉള്ള ഒരു ക്യാരക്ടറാണ് അമൃത എന്ന് പറയുന്നതിലെ നായിക കഥാപാത്രം. പുള്ളിക്കാരി അത് വളരെ മനോഹരമായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട്. റോഷൻ മാത്യൂസും നന്നായിട്ട് ആ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ആൻഡ്രു ആയിട്ട് വന്ന ശ്യാം ഫെർണാണ്ടോ, സർജൻ ഭണ്ഡാരയായിട്ട് വന്ന മഹേന്ദ്ര പെരേര, ശ്രീ ആയിട്ട് വന്ന സുമിത് തിളങ്കോ, അങ്ങനെ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ പടത്തിലുള്ളൂ. എല്ലാവരും നല്ല പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. പിന്നെ രാമായണത്തിലെ പോലെ ഇതിലും ഒരു മാൻ കേന്ദ്ര കഥാപാത്രമാണ് കേട്ടോ. രാജീവ് രവിയുടെ ക്യാമറയും ശ്രീകർ പ്രസാദിന്റെ എഡിറ്റിങ്ങും കോയുടെ സംഗീതവും പടത്തിന്റെ ആ ഒരു മിസ്റ്ററി മൂഡിന് വളരെ യോജിച്ചതായിരുന്നു. ശ്രീലങ്കയിൽ നിന്ന് കേൾക്കുമ്പോൾ എനിക്ക് സത്യത്തിൽ ആദ്യമേ മനസ്സിൽ ഓടിയെത്തുന്ന സിനിമ മണിരത്നത്തിന്റെ കന്നത്തിൽ മുത്തമിട്ടാലാണ്. എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. ഇപ്പോൾ മണിരത്നത്തിൻ്റെ പടങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയുക കന്നത്തിൽ മുത്തമിട്ടാലാണ് എന്നായിരിക്കും. യാദൃശ്യമായിട്ട് ഈ പടം നിർമ്മിച്ചിരിക്കുന്നതും മണിരത്നത്തിൻ്റെ മദ്രാസ് ടോക്കീസ് എന്ന കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നതല്ല, പ്രസന്റ് ചെയ്തിരിക്കുന്നത്. സോ ഈ പടം കാണുമ്പോൾ എനിക്ക് ആ ഒരു സിനിമ അവിടേക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ മലയാള സിനിമയായിട്ടുള്ള ആരണ്യകവും ചിലയിടങ്ങളിലൊക്കെ ഓർമ്മ വന്നു. പക്ഷേ ഈ 2 സിനിമയുടെ അത്രയും വരെ എത്തിയതൊന്നും ഞാൻ പറയില്ല. എങ്കിലും എനിക്ക് പേഴ്സണലി വർക്കായിട്ടുള്ള ഒരു സിനിമയാണ് പാരഡൈസ്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എല്ലാവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റിയെന്ന് വരില്ല, അങ്ങനെ തോന്നുന്നില്ല. ഭൂരിപക്ഷം ആൾക്കാർക്കും ഞാൻ പറഞ്ഞ പോലെ ഇത് ബോറിംഗ് ആയിട്ട് തോന്നിയേക്കാം. സോ അത് മനസ്സിൽ വെച്ച് വേണം ഈ പടം കാണാനായിട്ട്. എന്തൊക്കെയായാലും പടം കണ്ടു കഴിയുമ്പോഴത്തേക്കിനും ചിന്തിക്കാൻ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ശരിക്കും ഇതൊരു പറുദീസയാണോ അതോ നഷ്ടപ്പെട്ട പറുദീസയാണോ എന്നുള്ളൊരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. പാരഡൈസ് ലോസ്റ്റ്.